ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ക്രാഫ്റ്റ് ഐറ്റംസ് വാങ്ങാൻ പോയപ്പോൾ അവിടുന്ന് കിട്ടിയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ ഇത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ, അങ്ങനെ വാങ്ങിയതാണ്. എന്തെങ്കിലുമൊക്കെ ഒരു ക്രാഫ്റ്റ് ഇത് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതായിരുന്നു. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. അറിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഇത് വെച്ചിട്ടുള്ള ഒരു വെറൈറ്റി ക്രാഫ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ ഒരു കാർഡ്ബോർഡ് പീസ് കൂടി എടുത്തിട്ടുണ്ട്, റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് ഇതുപോലെ ക്രേപ്പ് പേപ്പറാണ്. ഞാനിപ്പോൾ ഗോൾഡൻ കളർ ക്രേപ്പ് പേപ്പറായിട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതാ ഇതുപോലെ ക്രേപ്പ് പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ഒരു കോൺ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ കട്ട് ചെയ്ത് 2 പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. 2 ത്രികോണം കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ ഈ ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് അപ്പുറമൊക്കെ ആയിട്ടൊന്ന് മടക്കി കൊടുത്തിട്ട് ഒരു ലീഫ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതുപോലെ മടക്കിയതിന് ശേഷം ഒന്ന് ഗം ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ഒരു ലീഫ് കിട്ടും. ഇതുപോലെ എല്ലാ പീസും ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാ പീസും ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 2 സൈസിലുള്ളതായിട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഒന്ന് കുറച്ച് വലുതും പിന്നെ ചെറുതുമായിട്ട് 2 സൈസിലുള്ളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിതായി ഒരു കമ്പി നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തതിന് ശേഷം ഹോട്ടിൽ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇത് കംപ്ലീറ്റ് ഒട്ടിച്ചപ്പോൾ അതുപോലെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ലീഫുകളൊക്കെ ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇതുപോലെ നോക്കിയിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ വലിയ ലീഫുകളൊന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ സെൻട്രലായിട്ട് ചെറിയ ലീഫുകളും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഗ്യാപ്പ് വരുന്ന ആ ഒരു പോർഷനൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ചെറിയ ലീഫുകൾ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതുപോലെ ഒരു 3 പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ, കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ അറ്റത്തായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചെറിയ ലീഫുകളുണ്ടല്ലോ, അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ടിട്ട് ബാക്ക് സൈഡിലായിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ഒരു വാൾ ഡെക്കർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.